ഇത് കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, രാത്രി കരച്ചിലാണ്, ഉറക്കത്തിൽ ഞെട്ടലാണ്, അല്ലെങ്കിൽ വാശിയാണ്, മോശം സ്വഭാവമാണ്, എപ്പോഴും രോഗമാണ്, ഇങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, രോഗങ്ങൾ മാറാൻ വിശുദ്ധമായ ഖുർആനിലെ 88ാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ഗാശിയ, ഹൽ അത്താക ഹദീസുൽ ഗാശിയ എന്ന് പറയുന്ന സൂറത്ത്. അപ്പോൾ ആ സൂറത്ത് നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 8ാമതായി നമ്മൾ പറയുന്നത് സൂറത്തുൽ ഫലഖാൻ, അല്ലേ? വിശുദ്ധമായ ഖുർആനിലെ 113ാമത്തെ സൂറത്താണ്. കണ്ണേറ്, സിഹർ, കൊതി, ചെറിയ കുട്ടികൾക്കുള്ള ഫിക്സ് രോഗമുണ്ടാവുമല്ലോ, അതുപോലെ അസൂയ, അങ്ങനെയുള്ള മറ്റുള്ളവരുടെ ഈ ശൈത്താൻ പരമായ ഉപദ്രവങ്ങളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ സൂറത്തുൽ ഫലക്ക് ബെസ്റ്റ് മരുന്നാണ്. അത് ബെസ്റ്റ് സൂറത്താണ്. അതുപോലെ തന്നെ കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന മറവി രോഗം, പഠനത്തിൽ അലസത, എക്സാം പേടി, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, കുട്ടികൾക്ക് പേടിയാണ്, പരീക്ഷാ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ എല്ലാ നമസ്കാരത്തിന് ശേഷവും വലത് കൈ നമ്മുടെ നെഞ്ചിൽ വെച്ചിട്ട് സൂറത്തു ഷറഹ് ഓതുക. അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന സൂറത്ത് വിശുദ്ധമായ ഖുർആനിലെ 94ാമത്തെ സൂറത്താണ്. ആ സൂറത്ത് നമുക്ക് ഓതാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഓതാറുള്ള സൂറത്താണല്ലോ വിശുദ്ധമായ ഖുർആനിലെ 56ാമത്തെ സൂറത്ത്, സൂറത്തുൽ വാഖിഅ. ദാരിദ്ര്യം, കടം, സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ മാറാൻ ആ സൂറത്ത്